ഹലോ, ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പവർ സീരീസിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മളുടെ മൊഡ്യൂൾ 4-ലെ ലാസ്റ്റ് ടോപ്പിക്കായിട്ട് വരുന്നതാണ് പവർ സീരീസ്. അപ്പോൾ ഈ പവർ സീരീസിൽ നമ്മൾ ഇൻ പെർട്ടിക്കുലർ പഠിക്കാൻ പോകുന്ന രണ്ട് സീരീസ്, ഒന്ന് ടൈലർ സീരീസ്, പിന്നെ ഒന്ന് മെക്ലോറിൻ സീരീസ്. അപ്പോൾ ഈ ടൈലർ സീരീസ് ആൻഡ് മെക്ലോറിൻ സീരീസ് ഫോർ എ റിയൽ ഫങ്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആ കോൺസെപ്റ്റ് എടുത്ത് കോംപ്ലെക്സ് ഫങ്ഷൻസിന് അപ്ലൈ ചെയ്യാനാണ് ഈ സെക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്. സോ പവർ സീരീസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സീരീസ് ഇൻ പവേഴ്സ് ഓഫ് z minus z0 and it can be written in the form summation n equal to 0 to infinity an z minus z0 raised to n. ഈ സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ പറയുക? എന്നിന് 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് പറ്റും? a0 എന്ന് വരും. അതുപോലെ എന്നിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? a1 ഇൻറ്റു z മൈനസ് z0 എന്ന് വരും. അതുപോലെ n 2 ഇട്ട് കൊടുക്കുമ്പം a2 ഇൻറ്റു z മൈനസ് z0 സ്ക്വയർ പ്ലസ് a3 ഇൻറ്റു z മൈനസ് z0 ക്യൂബ് പ്ലസ് എക്സെട്ര അല്ലേ. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലിരിക്കുന്ന സീരീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പവർ സീരീസ് എന്ന് വിളിക്കുന്നത്. But the only difference is this is a series which is expanded in terms of a complex variable. And a0, a1, a2 എന്നൊക്കെ പറയുന്നത് കോംപ്ലെക്സ് നമ്പേഴ്സാണ്. എല്ലാം കോംപ്ലെക്സ് ഫങ്ഷൻസിൻ്റെ ടേംസിലാണ് ഇതിനകത്ത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് z0 എന്ന് പറയുന്നത് is a complex number about which the series is written. അപ്പോൾ നമ്മൾ സേ ഒരു എഫ് ഓഫ് ഇസഡ് എന്നിട്ട് എക്സ്പാൻഡ് ഇറ്റ് അറൗണ്ട് ദ പോയിന്റ് z ഈക്വൽ ടു സേ 1 അല്ലെങ്കിൽ z ഈക്വൽ ടു I എന്നൊക്കെ പറയുകയാണെങ്കിൽ വി ആർ ട്രൈങ് ടു എക്സ്പാൻഡ് അവർ സീരീസ് അറൗണ്ട് ദറ്റ് പോയിന്റ് z ഈക്വൽ ടു ദറ്റ് വാട്ട് എവർ നമ്പർ ഇസ് ഗിവൻ ടു അസ്. ഇൻ പർട്ടിക്കുലർ എക്സ്പാൻഡ് ഇറ്റ് അറൗണ്ട് z ഈക്വൽ ടു 0 എന്ന് പറയുമ്പോഴാണ് നമ്മളുടെ ടൈലർ അതിനെ നമ്മൾ മെക്ലോറിൻ സീരീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ് ടൈലർ സീരീസിൻ്റെ ഡെഫിനേഷൻ. എങ്ങനെയാണ് ഒരു ടൈലർ സീരീസിനെ നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അടുത്ത് നോക്കുന്നത്. ഇതേ ഫോർമാറ്റ് തന്നെ, പവർ സീരീസിൻ്റെ ഫോർമാറ്റ് തന്നെയാണ്. നമുക്കിപ്പോൾ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് z ഈക്വൽ ടു z0 എന്ന പോയിന്റിന് ചുറ്റും ഇത് എഫ് ഓഫ് ഇസഡിനെ എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ട് എങ്കിൽ ഈ എഫ് ഓഫ് ഇസഡിനെ നമ്മൾക്ക് ഞാൻ പറയുന്ന ആ z0 എന്ന് പറയുന്ന ആ റീജിയന് അറൗണ്ട് ഒരു സർക്കിൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു റീജിയൻ, ഒരു ഡൊമൈൻ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. ആ ഡൊമൈനിൽ ഈ എഫ് ഓഫ് ഇസഡ് ഇങ്ങനെ എഴുതുന്നതിന് പകരം അതിൻ്റെ ടൈലർ സീരീസ് എക്സ്പാൻഡഡ് വേർഷൻ എഴുതിയാലും ബോത്ത് ആർ ഇക്വലൻറ്റ് എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ it is given by the Taylor series expanded version is given by say summation n equal to 0 to infinity an z minus z0 raised to n. അത് പവർ സീരീസിൻ്റെ ഇതുണ്ടല്ലോ. ഈ an എന്ന് പറയുന്നത് nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് z0 ബൈ n ഫാക്ടോറിയൽ എന്നതാണ്. ഓക്കെ, when we replace this an with that version we will get our Taylor series expansion. ഓക്കെ, അപ്പോൾ ആ പവർ സീരീസിൻ്റെ ആ ഡെഫിനേഷൻ തന്നെ ഇപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാമല്ലോ. അദ്ദേഹം ഇവിടുത്തെ പവർ സീരീസിൻ്റെ അതേ ഡെഫിനേഷൻ തന്നെയാണ് ഇവിടെയും കിടക്കുന്നത്. പക്ഷേ ഈ an എന്ന് പറയുന്നത് വെറുതെ ഒരു an അല്ല. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഡൂയിങ് nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് z0 ബൈ n ഫാക്ടോറിയൽ. ഓക്കെ, സോ ദാറ്റ് ഇസ് ഹൗ വി ഡു ദ ടൈലർ സീരീസ് എക്സ്പാൻഷൻ അറൗണ്ട് എ പോയിന്റ് z0 or about a point z0. സോ ഇതാണ് ടൈലർ സീരീസ് എക്സ്പാൻഡഡ് വേർഷൻ എഫ് ഓഫ് ഇസഡ് നോട്ട്. അപ്പോൾ നമ്മളിത് റീപ്ലേസ് ചെയ്യുമ്പോൾ എന്ത് വരും? എ നോട്ടിന് പകരം എഫ് ഓഫ് ഇസഡ് നോട്ട് പ്ലസ് എഫ് ഡാഷ് ഓഫ് സെഡ് നോട്ട് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു z മൈനസ് z നോട്ട് പ്ലസ് z മൈനസ് z നോട്ട് ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എഫ് ഡബിൾ ഡാഷ് ഓഫ് z മൈനസ് z നോട്ട് ഇൻറ്റു z മൈനസ് z നോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് അതേപോലെ z minus z0 raised to n by n factorial into f raised to n derivative of z0 plus rn of z എന്ന് പറഞ്ഞൊരു ടേമും കൂടെ കിടക്കുന്നുണ്ട്. that represents the remainder. ഇവിടെ ഒരു z minus z0 എന്ന് പറഞ്ഞ ടേമും കൂടെ ഉണ്ട്. അതും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ബി ഗുഡ്.
ഓക്കെ. അവിടെ ഒരു z മൈനസ് z നോട്ട് എന്ന് പറയുന്നൊരു ടേമും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. ഓക്കെ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ് പാർട്ട്. അപ്പോൾ അതാണ് ടൈലർ സീരീസിൻ്റെ. ഇനി നമ്മൾ ഈ പറഞ്ഞ ഈ ടൈലർ സീരീസിൽ z നോട്ടിന് പകരം അതിനെ 0 എന്ന് വെക്കുമ്പോൾ നമുക്ക് മെക്ലോറിൻ സീരീസ് കിട്ടും. അതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. അപ്പോൾ ദാറ്റ് ഇസ് ആർ മെക്ലോറിൻ സീരീസ്. ആ മെക്ലോറിൻ സീരീസ് അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും: എഫ് ഓഫ് z നോട്ട് പ്ലസ് z ഇൻറ്റു എഫ് ഡാഷ് ഓഫ് z നോട്ട് ബൈ 1 factorial. z നോട്ടിന് പകരം we would give a 0 there. Okay, so അതാണ് മെക്ലോറിൻ സീരീസ്. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇത് എല്ലായിടത്തും ഫുൾ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ ഈ പറഞ്ഞത് വാലിഡ് ആയിരിക്കുമോ? അല്ല, എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിനിലല്ല ഈ പറഞ്ഞത് വാലിഡ് ആവുന്നത്. കാണിച്ചു തരാം. അതായത് ഇപ്പം നമുക്കൊരു നമ്മൾ പറഞ്ഞൊരു z നോട്ടിന് ചുറ്റും നമ്മളൊരു ടൈലർ ഒരു ഫംഗ്ഷനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചോ. വി ഹാവ് ടു കൺസിഡർ എ സർക്കിൾ വിത്ത് എ കൺസിഡറബിൾ റേഡിയസ് അറൗണ്ട് ദിസ് പോയിൻറ്റ്. ഓൺലി ഇൻ ദാറ്റ് റീജിയൻ ദിസ് എഫ് ഓഫ് z വിൽ ബി ഈക്വലൻറ്റ് ടു ഇറ്റ്സ് ടൈലർ സീരീസ് എക്സ്പാൻഷൻ. ഇപ്പോൾ ഈ ഒരു കളർ ചെയ്ത റീജിയൻ കണ്ടോ, ആ റീജിയനിൽ മാത്രമേ നമുക്ക് ടൈലർ സീരീസ് ഈക്വലൻറ്റ് ടു അവർ എഫ് ഓഫ് ഇസഡ്, ഒറിജിനൽ എഫ് ഓഫ് ഇസഡ് എന്ന് അസ്യൂം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളൂ. ഓക്കെ, സോ ഈ പറഞ്ഞ റേഡിയസിൻ്റെ പുറത്തേക്ക് നമുക്ക് എഫ് ഓഫ് ഇസഡിനെയും അതിൻ്റെ എക്സ്പാൻഡഡ് വേർഷനെയും ഈക്വലൻ്റ് ആണ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. ഇനി ഈ റീജിയൻ എത്രയാണ്, അല്ലെങ്കിൽ ഈ സർക്കിളിൻ്റെ ഈ വാലിഡ് ആയിട്ടുള്ള റീജിയൻ എത്ര വരെയാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പഠിക്കുന്നത്. ഓക്കെ, ഈ സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിച്ചാൽ ഇറ്റ് മീൻസ് നമ്മളെ ഈ ഇതിന് ചുറ്റും എക്സ്പാൻഡ് ചെയ്യുന്ന ആ എഫ് ഓഫ് ഇസഡും എക്സ്പാൻഡഡ് വേർഷൻ ഈക്വലൻ്റ് ആയിരിക്കുന്ന ആ റീജിയൻ എന്ന് പറയുന്നത് ഈ പോയിന്റ് ചുറ്റുമുള്ള സർക്കിൾ വിത്ത് റേഡിയസ് ഓഫ് വാട്ട് എവർ വാല്യൂ വി ഗെറ്റ് ഓൺ കാൽക്കുലേറ്റിംഗ് ദാറ്റ് റേഡിയസ് ഓഫ് കൺവേർജൻസ്. ആൻഡ് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന അനാലിറ്റിക് ഫംഗ്ഷൻ ഇൻ എ ഡൊമെയിൻ ആണ് എങ്കിൽ ആ ഡൊമെയിൻ്റെ അകത്ത് അവർ എൻറ്റയർ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇസ് ഓൾവേസ് കൺവേർജൻറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് എന്താ പറയുക, ടെസ്റ്റിംഗ് കൺവേർജൻസ് പോലും ചെയ്യാണ്ട് ജസ്റ്റ് ഡയറക്റ്റ്ലി റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാൻ നിൽക്കുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണ്? ബിക്കോസ് നമുക്ക് തന്നിട്ടുള്ള എഫ് ഓഫ് ഇസഡ് ഇസ് അനാലിറ്റിക് എന്ന അസംഷനിലാണ് നമ്മൾ ബാക്കിയെല്ലാം ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്, ബാക്കി തിയറീസൊക്കെ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ഈ പറയുന്ന റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി an ബൈ an+1. ഇനി ഈ an an+1 എന്താണ്? അത് നമ്മളിപ്പം ടൈലർ സീരീസ് എക്സ്പാൻഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ nth ടേം എന്ന് പറയുന്നത് എന്താണ്? nth ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് z നോട്ട് ബൈ n ഫാക്ടോറിയൽ അല്ലേ? അപ്പോൾ അതേപോലെ n+1th വെർഷനും കൂടെ കണ്ടുപിടിക്കുമ്പോൾ an-ഉം an+1-ഉം കിട്ടും. അപ്പോൾ അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവിനെ ലിമിറ്റ് n ടെൻഡിങ്സ് ടു ഇൻഫിനിറ്റിയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ റേഡിയസ് ഓഫ് കൺവേർജൻസ്. ഇനി സപ്പോസ് നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റി എന്നാണ് കിട്ടുന്നതെങ്കിൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് 0 ആണ്. ഓക്കെ, നമ്മൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കുമ്പോൾ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി അപ്ലൈ ചെയ്യുമ്പോഴേക്ക് ഇൻഫിനിറ്റി എന്നാണ് വരുന്നത് എങ്കിൽ അവിടെ കൺവേർജ് ഇതില്ല എന്നർത്ഥം, അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് 0 ആണെന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഒരു എസെൻഷ്യൽ തിയറി എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിന് ഒരുപാട് തിയറംസും കാര്യങ്ങളും റിസൾട്ട്സും ഒക്കെ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് പ്രോബ്ലം ചെയ്യാനുള്ള പോയിൻറ്റ്സ് മാത്രമേ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ ഒബ്വിയസ്ലി ലെറ്റ്സ് സ്റ്റാർട്ട് ബൈ മെക്ലോറിൻ സീരീസ്. ഇതിനകത്ത് ആദ്യത്തെ ഒരു കുറച്ച് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എസെൻഷ്യലായിട്ട് നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും യൂസ് ചെയ്യാൻ പോകുന്ന കുറച്ച് എക്സ്പാൻഷൻസ് ആണ്. അപ്പോൾ ആദ്യം അത് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ബാക്കി പ്രോബ്ലംസ് പറയാം. സോ ഫൈൻഡ് ദ മെക്ലോറിൻ സീരീസ് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ്. ആദ്യം ഇ റേസ് ടു ഇസഡ്. ഇ റേസ് ടു ഇസഡിൻ്റെ മെക്ലോറിൻ സീരീസ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ആ മെക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ നമ്മൾ കണ്ടല്ലോ. അതിനകത്ത് നമ്മൾ
ഈ ടേംസ് ഇട്ട് കൊടുത്താൽ മതി. മെക്ലോറിൻ സീരീസ് എന്ന് പറയുമ്പോൾ Z0 അല്ല, അത് 0 ആണ്. Z0 is equal to 0 there. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു സെഡ് ആണ്. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എത്ര? 1 അല്ലേ? ഇ റേസ് ടു 0 എന്ന് വെച്ചാൽ 1. ഈ എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, അതും ഇ റേസ് ടു സെഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അറ്റ് ദ പോയിൻറ്റ് 0 എന്ന് പറയുന്നത് 1 തന്നെ. അതുപോലെ എഫ് ഡബിൾ ഡാഷും 1 തന്നെ. അപ്പോൾ അത് ആൻഡ് ഇറ്റ് ഗോസ് ഓൺ എക്സെട്ര, എല്ലാം 1 തന്നെയാണ് വരുന്നത് അല്ലേ ആ പോയിന്റിൽ. ഇനി നമുക്ക് അതിൻ്റെ മക്ലോറിൻ സീരീസ് ഇടാം. അപ്പോൾ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഹൗ ക്യാൻ യു റൈറ്റ് ഇറ്റ്? എഫ് ഓഫ് 0 പ്ലസ് z by 1 factorial into f dash of 0 plus z square by 2 factorial into f double dash of 0 plus etc. അല്ലേ? ആൻഡ് nth term will be z raised to n by n factorial into f of nth derivative at 0. അല്ലേ? nth derivative 0യും 1 തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആ ടേം അങ്ങ് വാനിഷ് ആയി പോകും. അപ്പോൾ ബാക്കി എന്തേ ഉള്ളൂ? 1 പ്ലസ് z സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അല്ലേ? അങ്ങനെ സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി z raised to n by n factorial എന്ന് പറയുന്നതാണ് അതിൻ്റെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വെരി ഓഫൻ വി വിൽ യൂസ് ദിസ് എക്സ്പാൻഷൻ. സോ ഇതാണ് അതിൻ്റെ ഒരു അറൗണ്ട് ദ പോയിന്റ് z ഈക്വൽ ടു 0 നമ്മൾ ഈ റേസ് ടു സെഡിനെ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് വാട്ട് വി വുഡ് ഗെറ്റ്. ഓക്കെ, ഇനി അടുത്ത ഇതേപോലെ തന്നെ സൈൻ ഇസഡ് എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കേ. അപ്പോൾ എന്താ വരിക? ഡയറക്റ്റ് നമുക്ക് ഇതേപോലെ ആ ഫോർമുല അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റും. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് സൈൻ ഇസഡ് ആണ്. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എന്താ? സൈൻ 0 എന്ന് പറയുമ്പോൾ 0 ആണ്. എഫ് ഡാഷ് ഓഫ് സെഡ് എന്ന് പറയുമ്പം സൈനിൻ്റെ ഡെറിവേറ്റീവ് കോസ് ഇസഡ് ആണ്. അറ്റ് ദ പോയിന്റ് 0 ഇറ്റ് വിൽ ബി 1. അതേപോലെ എഫ് ഡബിൾ ഡാഷ് എന്ന് പറയുമ്പോൾ എന്താണ്? കോസിൻ്റെ ഡെറിവേറ്റീവ് നെഗറ്റീവ് സൈൻ ഇസഡ് ആണ്. അഗെയിൻ അറ്റ് ദ പോയിന്റ് 0 ഇറ്റ്സ് എ 0. ആൻഡ് ട്രിപ്പിൾ ഡാഷ് എടുക്കുമ്പോൾ എന്ത് പറ്റി? നെഗറ്റീവ് സൈൻ ഇസഡിൻ്റെ ഡെറിവേറ്റീവ് നെഗറ്റീവ് കോസ് ഇസഡ് ആണ്. അറ്റ് ദ പോയിന്റ് 0 ഇറ്റ് ബിക്കം എ -1 അല്ലേ? അതേപോലെ ഫോർത്ത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നോക്കിയാൽ അറിയാം പിന്നെ അത് 0 തന്നെ വരാൻ പോകുന്നത്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് 0 1 0 -1 0 1 0 -1 ഇറ്റ്സ് ഗോയിങ് ഓൺ ലൈക്ക് ദാറ്റ് അല്ലേ? അപ്പോൾ ഈവൻ ടേംസ് വരുന്നതൊക്കെ ക്യാൻസൽ ആയി പോവും, അല്ലെങ്കിൽ വാനിഷ് ആയി പോവും. ഓഡ് ടേംസ്, ഓഡ് പവേഴ്സ് വരുന്ന ടേംസ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ദാറ്റ് ടു വിത്ത് ആൻ ഓൾട്ടർനേറ്റിംഗ് സിമ്പിൾസ് ഓഫ് നെഗറ്റീവ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അല്ലേ? അപ്പോൾ ഇതെന്ത് വരും? ഇത് എത്രയും തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ മെക്ലോറിൻ സീരീസ് എക്സ്പാൻഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് പറ്റും? 0 plus z by 1 factorial into 1 plus z square by 2 factorial into 0 minus z cube by 3 factorial into 1 plus minus അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ? Or in other words, you're just collecting all the odd powers of z with the alternating symbols of positive and negative. So it's like z minus z cube by 3 factorial plus z raised to 5 by 5 factorial minus z raised to 7 by 7 factorial etc. Right? അടുത്തത് cos z. cos z ഇതേ ഫോർമാറ്റിൽ തന്നെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. സോ എഫ് ഓഫ് z cos z എന്ന് പറയുമ്പോൾ എന്ത് പറ്റി? എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 1 എന്ന് കിട്ടി. അതേപോലെ എഫ് ഡാഷ് എന്ന് പറയുമ്പോൾ എന്ത് പറ്റി? നമ്മൾ cos zൻ്റെ ഡെറിവേറ്റീവ് എടുത്തു, അതാണ് നെഗറ്റീവ് സൈൻ z. അതിൻ്റെ എന്നിട്ട് അതിൻ്റെ അറ്റ് പോയിന്റ് 0 എന്ന് പറയുമ്പോൾ സെഡിന് പകരം 0 ഇട്ട് കൊടുത്തു. അപ്പോൾ എന്ത് വന്നു? 0 എന്ന് വന്നു. സൈൻ z ചെയ്ത് അതേ ഫോർമാറ്റ്. cos z എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുമ്പോൾ വി വിൽ ഗെറ്റ് 1 മൈനസ് z square by 2 factorial plus z raised to 4 by 4 factorial minus z raised to 6 by 6 factorial plus minus etc. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. റൈറ്റ്? അപ്പോൾ ഇവിടെ എന്താ പറ്റിയത്? ഇവിടെ യു ആർ ഗെറ്റിംഗ് എന്താണ്? ഈവൻ പവേഴ്സാണ് കിട്ടുന്നത് അല്ലേ? ഇവിടെ നമുക്ക് ഈവൻ പവേഴ്സാണ് കിട്ടുന്നത്. ഇനി അടുത്തത്, അപ്പോൾ ഇതേപോലെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേറൊരു എക്സ്പാൻഷനാണ് ഇത്. അതിൻ്റെ ഒരു ജനറൽ വേർഷനാണ്. യൂഷ്വലി നമ്മൾ 1 by 1 plus z 1 by 1 minus z, അതുപോലെ 1 by 1 plus z ഹോൾ സ്ക്വയർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സ്പാൻഷൻ നമ്മൾ നോക്കി വയ്ക്കും. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? 1 plus z ഹോൾ റേസ് ടു പി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1 plus z ഹോൾ എഫ് ഓഫ് z എന്ന് പറയുന്നത് 1 plus z ഹോൾ റേസ് ടു പി. ഇനി അതിൻ്റെ 0 എന്ന് പറയുമ്പോൾ 1 എന്ന് മാത്രമല്ലേ ഉള്ളൂ. 1 raised to p എന്ന് വെച്ചാൽ 1 raised to എന്ത് നമ്പർ കൊടുത്താലും 1 തന്നെയല്ലേ? അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. ഓക്കെ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെറുതെ എഴുതി നോക്കാം. പ്രോബ്ലം എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതി വരുമ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുന്നത് 1 plus z raised to p അല്ലേ? ഇതാണ് നമ്മളുടെ എഫ് ഓഫ് ഇസഡ്. ഇത് നമുക്ക് ടൈലർ സീരീസ് അല്ലെങ്കിൽ മെക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ ചെയ്യണം. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് 1 plus z raised to p എന്ന് വന്നു.
അതിൻ്റെ 0 വേർഷൻ കൊടുക്കുക. എഫ് ഓഫ് 0 എന്ന് പറയുന്ന വേർഷൻ 1 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും? പി ഇൻറ്റു 1 പ്ലസ് ഇസഡ് റേസ് ടു പി മൈനസ് 1 അല്ലേ? അതിനെയും 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് പറ്റി? പി, റൈറ്റ്? അതേപോലെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തേ. പി ഇൻറ്റു p minus 1 times 1 plus z raised to p minus 1 minus 1 which is p minus 2. അതിൻ്റെ 0 കൊടുക്കുമ്പോൾ എന്ത് പറ്റി? p ഇൻറ്റു p മൈനസ് 1 എന്ന് വന്നു അല്ലേ? അതേപോലെ എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് z എന്ന് പറയുന്നത് p ഇൻറ്റു p മൈനസ് 1 ഇൻറ്റു p മൈനസ് 2 1 പ്ലസ് z റേസ് ടു p മൈനസ് 3 അല്ലേ? ഈ നമ്പേഴ്സ് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, കണ്ടോ? അപ്പോൾ അതിൻ്റെ 0 വരുന്ന വേർഷൻ എന്ന് പറയുമ്പോൾ എന്തേ വരുള്ളൂ? പി ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു പി മൈനസ് 2 എന്ന് വരെ വരുള്ളൂ അല്ലേ? ഇൻറ്റു 1 എന്നല്ലേ? അത് പോയി കിട്ടുമല്ലോ. അപ്പോൾ ഇതുപോലെയാണ് ആ എക്സ്പാൻഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ആ മെക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ആദ്യം എഫ് ഓഫ് 0 എന്ന് വെച്ചാൽ അത്ര പി 1 അല്ലേ? 1 പ്ലസ് പി ഇൻറ്റു അതായത് പി ഇൻറ്റു ഇസഡ് പ്ലസ് പി ഇൻറ്റു പി മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഇസഡ് സ്ക്വയർ പ്ലസ് പി ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു പി മൈനസ് 2 ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു ഇസഡ് ക്യൂബ് പ്ലസ് എക്സെട്ര അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എക്സ്പാൻഡഡ് വേർഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഈ പിക്ക് പകരം ഓരോ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഓരോ എക്സ്പാൻഷൻസ് കിട്ടുന്നത്. ഈ പിക്ക് പകരം അറ്റ് പി ഈക്വൾ ടു -1 എന്ത് പറ്റും? 1 പ്ലസ് ഇസഡ് റേസ് ടു മൈനസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 1/1 പ്ലസ് ഇസഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ആ പീന് ആ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ വരുന്നത്? 1 മൈനസ് ഇസഡ്, ഇവിടെ -1 കൊടുക്കുമ്പോൾ എന്ത് പറ്റി? -1 ഇൻറ്റു -2 ബൈ 2 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ -1 ഇൻറ്റു -2 എന്ന് പറയുമ്പോൾ എല്ലാം പോസിറ്റീവായി പോയി അല്ലേ? ബൈ 2 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ അതെല്ലാം വെട്ടിയും പോയി. അപ്പോൾ പ്ലസ് ഇസഡ് സ്ക്വയർ, പിന്നെയോ ഇവിടെ വരുമ്പോൾ എന്ത് പറ്റി? ഇവിടെ വീണ്ടും നെഗറ്റീവ് ടേമാണ് വരാൻ പോകുന്നത്. മൈനസ് ഇസഡ് ക്യൂബ് പ്ലസ് ഇസഡ് റേസ് ടു 4 എക്സെട്ര അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലേ? ഇതേ സംഭവം 1 മൈനസ് ഇസഡ് റേസ് ടു -1 ആണെങ്കിൽ എന്ത് പറ്റും? അപ്പോൾ സെഡ് വരുന്നിടത്തൊക്കെ നെഗറ്റീവ് സെഡ് വെച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് പറ്റി? ഓഡ് പവേഴ്സ് വരുന്ന സെഡൊക്കെ പോസിറ്റീവായി പോകും. ഈവൻ ആണെങ്കിൽ അവിടെ ചേഞ്ച് ഒന്നും വരില്ല. അപ്പോൾ ഈ 1/1 മൈനസ് ഇസഡ് എന്ന് പറയുന്ന ടേം 1 പ്ലസ് ഇസഡ് സ്ക്വയർ പ്ലസ് ഇസഡ് ക്യൂബ് പ്ലസ് ഇസഡ് റേസ് ടു 4 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞാൽ പോകും അല്ലേ? ഈ അതേപോലെ വേണമെങ്കിൽ നമുക്ക് 1 പ്ലസ് ഇസഡ് റേസ് ടു -2 വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അറ്റ് പി ഈക്വൾ ടു -2 അതാണ് 1/1 പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത്. അതെങ്ങനെ വരിക? 1 പ്ലസ് പി ഇസഡ് എന്നല്ലേ? അപ്പോൾ -2 ഇസഡ്, പിന്നെ അടുത്തത് പി ഇൻറ്റു പി മൈനസ് 1, അപ്പോൾ -2 ഇൻറ്റു -3, അപ്പോൾ 2 വരെ ഉള്ളത് വെട്ടിപ്പോവല്ലോ. അപ്പോൾ -3 ഇസഡ് സ്ക്വയർ അല്ല, -2 ഇൻറ്റു -3 അല്ലേ? അപ്പോൾ മൈനസും പ്ലസ് ആയി ഓൾറെഡി. അപ്പോൾ പ്ലസ് 3 ഇസഡ് സ്ക്വയർ എന്ന് വരും. അതേപോലെ ഇതെന്തായി? 3 ടേംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ടേമാണ് വരാൻ പോകുന്നത്. ഇതെന്താ വരും? -2, -3, -4. അപ്പോൾ -3 വരെ വെട്ടിപ്പോയി അല്ലേ? മൈനസ് 4 ഇസഡ് ക്യൂബ് എക്സെട്ര പ്ലസ് മൈനസ് എക്സെട്ര. കണ്ടോ? ഇങ്ങനത്തെ ഓരോ ഇമ്പോർട്ടൻറ്റ് എക്സ്പാൻഷൻസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഈ എക്സ്പാൻഷൻസ് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ പോകുന്ന എക്സ്പാൻഷൻസ് എന്ന് പറയുന്നത്. ഇത് മെക്ലോറിൻ സീരീസ് എക്സ്പാൻഷനാണ് നമ്മളിപ്പോൾ ചെയ്തത്. അതായത് അബൌട്ട് ദ പോയിന്റ് z=0 വരുന്ന എക്സ്പാൻഷൻസ് ആണ് നമ്മളിപ്പം ചെയ്തത്. ഇനി നമ്മൾ ഈ ചെയ്ത എക്സ്പാൻഷൻസിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. അതെങ്ങനെയാണ് വരുന്നത്? ഫൈൻഡ് ദ മെക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ ഓഫ് e⁻² - 1 ബൈ z². ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ
ഓക്കെ, ഇ റേസ് ടു സെഡ് സ്ക്വയർ മൈനസ് 1/z² മുമ്പ് ഇപ്പം ഇ റേസ് ടു സെഡിൻ്റെ എക്സ്പാൻഷൻ നമുക്കറിയാം എന്താണ്, നമ്മൾ കണ്ടതാണ് പ്രോബ്ലത്തിൽ. ഇവിടുത്തെ ഫസ്റ്റ് പ്രോബ്ലത്തിലുണ്ടായിരുന്നല്ലോ, 1+z+z²/2 എക്സെട്ര അല്ലേ. നമുക്ക് ആ എക്സ്പാൻഷൻ അറിയാം. അപ്പോൾ ഇതേ സംഭവം ഈ റേസ് ടു 2zൻ്റെ എക്സ്പാൻഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെഴുതും നമ്മൾ? 1+z പകരം നമ്മൾ 2z എന്ന് എഴുതും അല്ലേ. പ്ലസ് z²/2 പകരം നമ്മൾ 2z² എന്ന് എഴുതും അല്ലേ. പ്ലസ് z³ പകരം നമ്മൾ 2z³ എന്ന് എഴുതും. പ്ലസ് എക്സെട്ര എന്ന് എഴുതും അല്ലേ. അതല്ല ഈ റേസ് ടു സെഡിൻ്റെ എക്സ്പാൻഷൻ. എന്നിട്ട് പിന്നെ അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യും. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക? 1+2z + 2² 4z² പ്ലസ് 8z³ പ്ലസ് എക്സെട്ര അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് ദിസ് ഇസ് ആർ Maclaurin സീരീസ് എക്സ്പാൻഷൻ അബൌട്ട് z = 0 for e raised to 2z എന്ന് കിട്ടി. ദിസ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യും? അതാണ് ഈ അടുത്ത പ്രോബ്ലം പറയുന്നത്. ഇ റേസ് ടു z² മൈനസ് 1/z² എന്ന് പറയുമ്പം നമ്മൾ ആ 1/z² പുറത്തെടുക്കും. എന്നിട്ട് ഇ റേസ് ടു z² മൈനസ് 1 അങ്ങ് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇ റേസ് ടു z² മൈനസ് 1/z². ഇതിനെ ഞാൻ ആ 1/z² അങ്ങ് പുറത്തെടുത്തു. ബാക്കി എന്തേ ഉള്ളൂ? ഇ റേസ് ടു z² മൈനസ് 1 എന്ന് കിടപ്പുണ്ട് അല്ലേ. ഇനി എന്ത് ചെയ്യണം? ആ 1/z² അങ്ങനെ എഴുതുക. എന്നിട്ട് ഈ റേസ് ടു z² നമ്മളിത് ഇവിടെ ഇപ്പോൾ ഇ റേസ് ടു 2z എക്സ്പാൻഡ് ചെയ്ത അതേ ഫോർമാറ്റിൽ നമുക്ക് ഇ റേസ് ടു z പകരം z² കൊടുക്കണം എന്നല്ലേ ഉള്ളൂ. അപ്പോൾ 1+z² പ്ലസ് z റേസ് ടു 4/2 പ്ലസ് z³ എന്ന് പറയുമ്പം z² അതായത് z റേസ് ടു 6/3 പ്ലസ് എക്സെട്ര അല്ലേ. -1, ആ ഒരു -1 അവിടെ കിടപ്പുണ്ട്. ഈ 1 ഈ 1 തമ്മിൽ വെട്ടിപ്പോയി. ബാക്കി എന്തേ ഉള്ളൂ? അത് ഇനി നമുക്ക് ഈ 1/z² വേണമെങ്കിൽ ഇത് അകത്ത് കിടക്കുന്ന എല്ലാ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലേ. z² × 1/z² മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 എന്നേ വരുന്നുള്ളൂ. പ്ലസ് ഇനി 1/z² × z റേസ് ടു 4/2 എന്ന് പറയുമ്പോൾ ഒരു z² വെട്ടിപ്പോവും. ബാക്കി ഒരു z² മാത്രമേ വരുന്നുള്ളൂ. പ്ലസ് അതുപോലെ മറ്റേത് z റേസ് ടു 4/3 പ്ലസ് മേ ബി z റേസ് ടു 6/4 ആയിരിക്കാം. പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞ് കിട്ടും അല്ലേ. ഒരു 4 ടേംസ് വരെ എപ്പോഴും മിനിമം എഴുതാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു പ്രോബ്ലത്തിൻ്റെ എക്സ്പാൻഷൻ ആയില്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ പ്രോബ്ലംസും ചെയ്യാം. അറിയുന്ന കാര്യങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത സെറ്റ് എന്ന് പറയുന്നത് ഡെവലപ്പ്. ഓക്കെ, ഇതൊരു ജനറലായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്കതിൻ്റെ റിയൽ വാല്യൂസൊക്കെ വരുന്ന പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഓക്കെ, suppose you have your f of z is equal to 1/c minus z, where c is a complex number and a constant. അങ്ങനെയാണ് എങ്കിൽ we have to develop this in powers of z minus z0. And also c minus z0 is not equal to 0 കേട്ടോ. അതായത് സിയും z0ഉം സെയിം ആവരുത്, അതും ശ്രദ്ധിക്കണം നമ്മൾ. അതായത് ഡിനോമിനേറ്റർ അൺഡിഫൈൻഡ് വരാതിരിക്കണമല്ലോ. അപ്പോൾ അതിനുള്ളൊരു കോഷൻ അത്രേ ഉള്ളൂ. അപ്പോൾ ഡെവലപ്പ് 1/c minus z ഇൻ ടേംസ് ഓഫ് z minus z0. അപ്പോൾ നമ്മളുടെ ഫൈനൽ ആൻസർ ഷുഡ് ബി ഇൻ ടേംസ് ഓഫ്, നമ്മൾ ഇവിടെയൊക്കെ ചെയ്ത് കണ്ടോ, z, z² z³ ആ ഒരു ടേംസിലാണ് പോകുന്നത്. പക്ഷെ നമ്മളുടെ ഈ പ്രോബ്ലത്തിൽ ഈ ആൻസറിൽ എവിടെ z വന്നിട്ടുണ്ടെങ്കിലും ഫൈനൽ ആൻസറിൽ ഇറ്റ് ഷുഡ് ബി ഇൻ ടേംസ് ഓഫ് z minus z0. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം എങ്ങനെയാണ് ആ ഒരു ഫോർമാറ്റിൽ എക്സ്പാൻഡ് ചെയ്യുക? ആ ഫോർമാറ്റിൽ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ വാട്ട് വി ക്യാൻ ഡു ഇസ് വി ക്യാൻ ആഡ് ആൻഡ് സബ്ട്രാക്ട് z0 ഫസ്റ്റ്. അപ്പോൾ ഒരു ചേഞ്ച് വരുന്നില്ലല്ലോ, ഇത് ചേർക്കൊന്നും ഇല്ലാത്ത ഒരേപോലെ തന്നെ അല്ലേ. എന്നിട്ട് ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന ആൻസർ വരും. നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം കേട്ടോ.
ഓക്കെ, അപ്പോൾ 1/c - z എന്ന് പറഞ്ഞ സംഭവം കിട്ടി. നമ്മൾ അതിന് ആദ്യം എന്ത് ചെയ്തു, c - z അവിടെ ഉണ്ട്, അതിൻ്റെ കൂടെ പ്ലസ് z0 മൈനസ് z0 നമ്മൾ ചേർത്ത് കൊടുക്കണം. ഓക്കെ, സോ ദാറ്റ് ഇറ്റ്സ് ആസ് ഇഫ് ദർ ഇസ് നോ ഡിഫറൻസ്, റൈറ്റ്? അപ്പോൾ അതുപോലെ നമ്മൾ ചേർത്ത്. അത് കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഇതിനകത്ത് z - z0 ഒരുമിച്ച് വരണം. ഇവിടെ ഓൾറെഡി ഒരു നെഗറ്റീവ് z കിടക്കുന്നത്, അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പോസിറ്റീവ് z കൂടെ ഗ്രൂപ്പ് ചെയ്തിട്ട് ആ നെഗറ്റീവിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അത് ഇൻ ടേംസ് ഓഫ് z - z0 വന്നോളും. അപ്പോൾ ഇവരെ രണ്ടുപേരും നമ്മൾ ഒരു ടീമാക്കി. ഈ ബാക്കിയുള്ളതിനെ നമ്മൾ ബാക്കിയുള്ളതിനെ വേറൊരു ടീമാക്കി. ഓക്കെ, അപ്പോൾ c - z0 കൂടെ ഒരുമിച്ചൊരു ടീമായി. എന്നിട്ട് പ്ലസ് -z പ്ലസ് z0, അതിന്നൊരു മൈനസ് ഞാൻ പുറത്തെടുത്തു. അപ്പോൾ എന്തായി, മൈനസ് പുറത്തെടുത്തപ്പോൾ z - z0 എന്ന് തന്നെ കിട്ടുകയും ചെയ്തു, അല്ലേ? സോ അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് കിട്ടിയത്. ഇത് കോൺസ്റ്റൻ്റ് ആണേ, c - z0 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണേ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ട്. ഇനി അടുത്തത് എന്ത് ചെയ്യാം, ഇനി അടുത്തത് ഇത് ഞാൻ ഈ c - z0 അങ്ങ് പുറത്തെടുക്കാൻ പോവുകയാണേ. എന്താവും എന്നറിയാമല്ലോ. പക്ഷെ എന്താ പ്രശ്നം അറിയോ, ഇവിടെ ഈ രണ്ട് ടേമിൽ c - z0 കോമൺ ആണോ? അല്ല. അപ്പോൾ ഈ ടേമിൽ c - z0 പുറത്തെടുത്തപ്പോൾ അവിടെ 1 മാത്രമേ ബാക്കിയുള്ളൂ. മൈനസ് ഇവിടെ ഇല്ലാത്തൊരു സാധനം നമ്മൾ പുറത്തെടുക്കുമ്പോൾ എന്ത് പറ്റും, അത് ഡിനോമിനേറ്ററിൽ പോകും, അല്ലേ? അപ്പോൾ z - z0/c - z0 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ആ സംഭവം ഞാൻ പുറത്തെടുത്തപ്പോൾ എനിക്ക് ഇത്രയും കിട്ടി ബാക്കി, അല്ലേ? ഇനി എന്ത് ചെയ്യണം, ഇനി c - z0 ഇവിടെ ഇരിക്കട്ടെ. ആ 1/1 മൈനസ് z - z0/c - z0 എന്ന് വരുന്നു. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്താൽ പോരെ. അതിന് മനസ്സിലാവണ പോലെ എഴുതാനായിട്ട് 1/c - z0 അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഇതിനെ ഞാൻ 1/1 മൈനസ് z - z0/c - z0 എന്ന് പറഞ്ഞൊന്ന് എഴുതാണ്. ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്തതാണ്. ഇതേ സംഭവം തന്നെ ജസ്റ്റ് ഒന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് റീറൈറ്റ് ചെയ്തതാണ്. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു എന്നോ ബിന്നോ വല്ലതും വിളിച്ചോ. ഇതിനിപ്പോൾ ഞാൻ ഇപ്പോൾ ക്യാപിറ്റൽ എന്ന് വിളിക്കുകയാണെങ്കിൽ ദിസ് ലുക്സ് ലൈക്ക് 1/1 മൈനസ് a, അല്ലേ? അതിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് 1/1 മൈനസ് z എക്സ്പാൻഷൻ നമ്മൾ നോക്കിയതല്ലേ, z പകരം ഈ ഒരു സാധനം കൊടുക്കണം എന്നല്ലേ ഉള്ളൂ. അപ്പോൾ അത് വെച്ച് നമ്മളിത് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ 1/c - z0 അവിടെ ഇരിക്കട്ടെ, അതൊന്നും ചെയ്യണ്ട. ഈ ബ്രാക്കറ്റിനകത്തുള്ള സാധനം എനിക്ക് എക്സ്പാൻഡ് ചെയ്യാമല്ലോ. 1/1 മൈനസ് z എക്സ്പാൻഷൻ എന്തായിരുന്നു, 1 പ്ലസ് z പ്ലസ് z³ പ്ലസ് എക്സെട്ര ആയിരുന്നില്ലേ? ഇതൊന്ന് റെഫർ ചെയ്തേ, അല്ലേ? 1 പ്ലസ് z പ്ലസ് ഇത് 1 പ്ലസ് z ആയിരുന്നു. 1 മൈനസ് z എന്ന് പറയുമ്പോൾ അത് നമ്മൾ കണ്ടതായിരുന്നു. അപ്പോൾ 1 പ്ലസ് z പ്ലസ് z² പ്ലസ് z³ പ്ലസ് എക്സെട്ര എന്നാണ് വരിക, അല്ലേ? അപ്പോൾ അത് വെച്ച് നമുക്ക് എഴുതാം. 1 പ്ലസ് z പകരം ഈ ഒരു ഫുൾ എക്സ്പ്രഷൻ z - z0/c - z0 എന്ന് പറയുന്നത് പ്ലസ് z² എന്ന് പറയുമ്പോൾ എന്ത് വരും, വീണ്ടും അത് തന്നെ ഈ സംഭവം ഹോൾ സ്ക്വയർ പ്ലസ് അതുപോലെ z - z0/c - z0 ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് എക്സെട്ര പ്ലസ് എക്സെട്ര, റൈറ്റ്? ഇതിങ്ങനെ വരുന്നു, അല്ലേ? റൈറ്റ്. അപ്പോൾ ഇതുവരെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഇതിനെ വേണമെങ്കിൽ ജനറലൈസ് ചെയ്ത് എഴുതാം. എങ്ങനെയാ, 1/c - z0 പുറത്തെടുക്കട്ടെ, എന്നിട്ട് സമ്മേഷൻ n = 0 to infinity നമുക്ക് z - z0/c - z0 raised to n എന്ന് പറഞ്ഞ് സമ്മേഷൻ ഒരുമിച്ച് ആക്കി കൊടുക്കാം. ഓക്കെ, സോ അതാണ് ഒരു സംഭവം. ഇനി ഈ സീരീസ് വിൽ ബി കൺവേർജിങ് ഫോർ absolute value of this entire term less than 1. Or in other words, absolute value of z minus z0 less than absolute value of c minus z0. Okay, c minus z0 എന്തായാലും ഒരു കോംപ്ലക്സ് നമ്പർ ആകിട്ട്, അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിക്കുമ്പോൾ ഒരു റിയൽ നമ്പർ ആകിട്ട്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി അവർ റേഡിയസ് ഓഫ് കൺവേർജൻസ് യൂഷ്വലി. c minus z0 അബ്സല്യൂട്ട് വാല്യൂ ഓഫ് c minus z0. അതായത് റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുമ്പം it will converge around a circle with a center z0 and a radius absolute value of c minus z0. Okay, അപ്പോൾ that's what usually happens. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മളുടെ ഈ 1/c - z എന്ന് പറയുന്ന ഫംഗ്ഷനെ അതിൻ്റെ എക്സ്പാൻഡഡ് വേർഷൻ ആയിട്ടും എഴുതാം.
ലൈക്ക് ബോത്ത് ആർ ഈക്വലൻറ്റ് എന്നാണ് അത് പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ നോക്കാം. എക്സ്പാൻഡ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1/z ഇൻ ടൈലർ സീരീസ് വിത്ത് സെൻറ്റർ z നോട്ട് ഈക്വൽ ടു i. കണ്ടോ, ഇത്രയും നേരം നമ്മൾ ചെയ്തത് എന്തായിരുന്നു? മെക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ നമ്മൾ ചെയ്തത്. ഇനി നമ്മൾ റിയൽ ടൈലർ സീരീസ് എക്സ്പാൻഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ 1/z എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1/z എന്ന് പറയുന്ന ഒരു പ്രോബ്ലം എങ്ങനെയാണ് നമ്മളിപ്പോൾ ടൈലർ സീരീസ് വെച്ച് എക്സ്പാൻഡ് ചെയ്യുക? അതെ, ഇവിടെ കണ്ട അതേ സംഭവം 1/c-z പകരം 1/z ആണെന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളോട് എറൗണ്ട് ഏത് പോയിന്റ് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞത്? z ഈക്വൽ ടു i എന്ന പോയിന്റിന് ചുറ്റുമായിട്ടാണ്. ഐ അല്ലേ? ഐന് ചുറ്റുമായിട്ടാണ് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞത് നമ്മളോട് അല്ലേ? അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് നമ്മൾ 1/z എന്ന് എഴുതിയെങ്കിലും നമുക്ക് അതിനെ വേണമെങ്കിൽ ഒരു +i -i എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് z - iയുടെ ടേംസിൽ വേണം അറൗണ്ട് എക്സ്പാൻഡ് അറൗണ്ട് z ഈക്വൽ ടു i എന്ന് പറഞ്ഞാൽ z - iയുടെ ടേംസിൽ വേണം നമ്മളുടെ ഫൈനൽ എക്സ്പാൻഷൻ ഇരിക്കാനായിട്ട്. അപ്പോൾ z-ഉം -i-യും ഒരു ടീം, പിന്നെ ബാക്കി എന്ത് വരുന്നോ അത് വേറെ ടീം. ഓക്കെ, അപ്പോൾ i + z - i എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം അല്ലേ? അതിൽ നിന്ന് നമുക്ക് ഒരു i പുറത്തും എടുക്കാം. ബാക്കി എന്ത് വരും? 1 + z - i/i എന്ന് വരും അല്ലേ? ഇല്ലാത്ത സാധനം പുറത്തെടുക്കുമ്പോൾ അങ്ങനെയല്ലേ വരിക. ഇതൊന്ന് വൃത്തിക്ക് എഴുതാനാണെങ്കിൽ 1/i അവിടെ ഇരിക്കും, എന്നിട്ട് 1/1 + z - i/i എന്ന് കിടക്കും. ആണോ? അല്ലേ? ഇതിങ്ങനെ കിടക്കും. ആ 1/i അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇതിനെ 1/1 + z എക്സ്പാൻഷൻ കാണിക്കാമല്ലോ അല്ലേ? z പകരം z - i/i എന്ന് പറയുന്നത് വലിയൊരു സാധനമാണെന്നേ ഉള്ളൂ അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ലൈക്ക് 1 - z - i/i plus z - i/i whole square minus plus minus plus etc എന്ന് പറഞ്ഞു പോകും അല്ലേ? മൈനസ് z - i/i whole cube plus minus etc. റൈറ്റ്? അപ്പോൾ ഇതിങ്ങനെ പോകും അല്ലേ? ഇതിനെ നമുക്കൊന്ന് ജനറൽ വേർഷൻ ആയിട്ട് എഴുതിയാലോ? കാണാൻ ഒരു രസം ഉണ്ടാവുമല്ലോ. അപ്പോൾ z - i/i ഹോൾ റേസ് ടു n എന്നാണ് വരുന്നത്. അപ്പോൾ ആ ഡിനോമിനേറ്ററിലെ ഐയുടെ കൂടെ ഒരെണ്ണം കൂടെ വരുമല്ലോ. അപ്പോൾ നമുക്ക് ഇതും കൂടെ ചേർത്ത് എഴുതുമ്പം സമ്മേഷൻ n ഈക്വൽ ടു 0 to infinity z - i raised to n by i raised to n plus 1 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ തിരിച്ച് നമുക്ക് ഇത് തന്നെ കിട്ടുള്ളൂ. ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. എന്തിനാ ഇത് ഇങ്ങനെ തന്നെ എഴുതിയെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ റേഡിയസ് ഓഫ് കൺവെർജൻസും കൂടെ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്തായാലും നമ്മൾ പഠിച്ചതല്ലേ, അപ്പോൾ കണ്ടുപിടിക്കണ്ടല്ലോ. അതിൻ്റെ ഫോർമുല എന്തായിരുന്നു? ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി മോഡ് an/an + 1 അല്ലേ? അതാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ്. ഇവിടെ പക്ഷേ ആ an എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ z - z0 റേസ് ടു n കൂടെ എന്തൊക്കെ വരുന്നുണ്ടോ അതിനാണ് നമ്മൾ an എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ an എന്ന് പറയുന്നത് 1/i റേസ് ടു n + 1 എന്ന് പറയുന്നതാണ്. അതുപോലെ an + 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ 1/i റേസ് ടു n + 2 എന്ന് പറയുന്നതാണ്. ഇനി നമുക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാനായിട്ട് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 1/i റേസ് ടു n + 1 ബൈ 1/i റേസ് ടു n + 2 എന്ന് പറയുന്നത് ഇൻറ്റു റെസിപ്രോക്കൽ ചെയ്യുന്നതിന് തുല്യമാണ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു i അധികം ഉണ്ടല്ലോ, അത് വരെ ഉള്ളതെല്ലാം നമുക്ക് വെട്ടിക്കളയാനും പറ്റും. അപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് i എന്ന് പറയുന്നത് എത്ര? 1 അല്ലേ ഉള്ളൂ. അപ്പോൾ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് i, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് i എന്ന് വെച്ചാൽ 1. അപ്പോൾ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 എന്ന് വെച്ചാൽ എത്ര? 1 എന്ന് തന്നെയല്ലേ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് എന്താണ്? i എന്ന് പറയുന്ന പോയിന്റിന് ചുറ്റും ഒരു യൂണിറ്റ് സർക്കിൾ വരച്ചാൽ മതി. അപ്പോൾ ആ ഒരു റീജിയനിൽ മാത്രമേ നമുക്ക് ഈ എക്സ്പാൻഷൻ ഹോൾഡ് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. റൈറ്റ്? യാ. Or in other words, here the radius of convergence അല്ലെങ്കിൽ series is convergent only in the region absolute value of z minus I by I less than 1 അല്ലേ? എന്ന് വെച്ചാൽ മോഡ് z minus I less than mod I എന്ന് വെച്ചാൽ 1.
അപ്പോൾ z മൈനസ് ഐ ലെസ് ദാൻ 1, അബ്സല്യൂട്ട് വാല്യൂ ഓഫ് z മൈനസ് ഐ ലെസ് ദാൻ 1 എന്ന് പറയുന്ന റീജിയനിൽ മാത്രമാണ് നമ്മളുടെ എഫ് ഓഫ് ഇസഡ് കൺവേർജൻ്റ് ആയിട്ടുള്ളത്. റൈറ്റ്, അതാണ് റേഡിയസ് ഓഫ് റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ടൈലർ സീരീസ് എക്സ്പാൻഷനിലെ ഓരോ പ്രോബ്ലം നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അതേപോലെ ഇത് ഇവിടെ വേറൊരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1/1 plus z with the center z not equal to negative i. Okay, അപ്പോൾ we have to expand it around z equal to minus i എന്ന് വെച്ചാൽ നമ്മളുടെ ഫൈനൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ z പ്ലസ് ഐ എന്ന് കിട്ടണം. z പ്ലസ് ഐയുടെ ടേംസിൽ നമ്മളുടെ എക്സ്പാൻഷൻ വരണം. കണ്ടോ, ഇവിടെ ഈ ആൻസറിൽ z പ്ലസ് ഐയുടെ ടേംസിൽ എക്സ്പാൻഷൻ വന്നിരിക്കുന്നുണ്ടോ. താഴെ ഇവിടെ ഒരു കോംപ്ലക്സ് കോൺസ്റ്റൻറ്റ് ആവുമായിരിക്കാം, ദാറ്റ് ഡസൻറ്റ് മാറ്റർ. നമ്മളുടെ ടേംസിലെല്ലാം z എന്ന് പറയുന്നതിന് പകരം z പ്ലസ് ഐയുടെ പവേഴ്സ് വരണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്, അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 1/1 പ്ലസ് ഇസഡ് അല്ലേ. നമ്മളത് z ഈക്വൽ ടു നെഗറ്റീവ് ഐയുടെ ചുറ്റും വേണം എക്സ്പാൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതെങ്ങനെ വരിക, ഇപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം അത് എഴുതാം. 1/1 പ്ലസ് ഇസഡ് അല്ലേ, അബൌട്ട് ദ പോയിൻ്റ് z ഈക്വൽ ടു നെഗറ്റീവ് ഐ എന്ന് വെച്ചാൽ z പ്ലസ് ഐയുടെ ടേംസിൽ വേണം നമ്മളുടെ എക്സ്പാൻഷൻസ് വരാനായിട്ട്. റൈറ്റ്, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതിനെന്താ ചെയ്യാൻ പറ്റുക, 1/1 പ്ലസ് ഇസഡിന് നമുക്ക് പ്ലസ് ഐ മൈനസ് ഐ എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കാമല്ലോ അല്ലേ. 1/1 പ്ലസ് ഇസഡ് പ്ലസ് ഐ മൈനസ് ഐ എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കും. അതിനകത്ത് z പ്ലസ് ഐനെയാണ് നമ്മൾ ഒരു ഗ്രൂപ്പാക്കാൻ പോകുന്നത്, ബാക്കിയുള്ളതിന് വേറെ ഗ്രൂപ്പാക്കാം. അപ്പോൾ അതെന്ത് വരും, 1/1 മൈനസ് ഐ ആണ് ബാക്കിയുള്ളത്, അത് 1 മൈനസ് ഐ അവിടെ ഇരിക്കട്ടെ, പ്ലസ് z പ്ലസ് ഐ എന്നുള്ളത് അടുത്ത ഗ്രൂപ്പ്. ഇതിൽ നിന്ന് നമുക്ക് ആ 1 മൈനസ് ഐനെ പുറത്തെടുക്കാമല്ലോ അല്ലേ. 1 മൈനസ് ഐനെ ഞാൻ പുറത്തെടുത്തു, ബാക്കി എന്തുണ്ട്, 1 മൈനസ് ഐ എന്ന് 1 മൈനസ് ഐ പുറത്ത് പോയാൽ 1 മാത്രമുണ്ട്, പ്ലസ് ഇല്ലാത്തൊരു സാധനം പുറത്തെടുക്കുമ്പോൾ അത് ഡിനോമിനേറ്ററിലും വന്നു. ഓക്കെ, ഇത്രയും സംഭവിച്ചു. ഇനി എന്ത് ചെയ്യാം, അപ്പോൾ അതൊന്ന് വൃത്തിക്ക് എഴുതാനായിട്ട് 1/1 മൈനസ് ഐ അവിടെ ഇരിക്കട്ടെ, ബാക്കിയുള്ളത് 1/1 പ്ലസ് z പ്ലസ് i/1 മൈനസ് ഐ എന്ന് പറഞ്ഞ് കിട്ടി. റൈറ്റ്, സി ഇതിപ്പോൾ 1/1 പ്ലസ് സെഡിൻ്റെ എക്സ്പാൻഷനാണ്. അതെന്താണെന്ന് നമുക്കറിയാം. എന്താണ് 1/1 പ്ലസ് സെഡിൻ്റെ എക്സ്പാൻഷൻ, എന്താ 1 മൈനസ് z പ്ലസ് z സ്ക്വയർ മൈനസ് z ക്യൂബ് പ്ലസ് എക്സെട്ര അല്ലേ. 1 മൈനസ് സെഡിന് പകരം z പ്ലസ് i/1 മൈനസ് ഐ പ്ലസ് z പ്ലസ് i/1 മൈനസ് ഐ ഹോൾ സ്ക്വയർ മൈനസ് z പ്ലസ് i/1 മൈനസ് ഐ ഹോൾ ക്യൂബ് പ്ലസ് മൈനസ് എക്സെട്ര അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ആൻസർ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സമ്മേഷൻ ഒന്ന് ജനറലൈസ് ചെയ്ത് എഴുതാനാണെങ്കിലോ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി, ആ 1/1 മൈനസ് ഐ അവിടെ ഇരുന്നോട്ടെ, ഇതിനെ നമുക്ക് z പ്ലസ് i/1 മൈനസ് ഐ റേസ് ടു n എന്ന് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ അത് കറക്റ്റായിട്ട് എക്സ്പാൻഷൻ കിട്ടിക്കോളും. ഇനി 1 മൈനസ് ഐനെ അകത്തോട്ട് എടുക്കാണ്ട് നമുക്ക് ഇതിൻ്റെ an എന്താണെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് അതിനെ കൂടെ അകത്തെടുത്തേ പറ്റൂ. അപ്പോൾ സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി z പ്ലസ് ഐ റേസ് ടു n അവിടെ ഉണ്ട്. ഇവിടെ 1 മൈനസ് ഐ ഒരു റേസ് ടു n ഓൾറെഡി ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു 1 മൈനസ് ഐയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യപ്പെടുമ്പോൾ എന്ത് പറ്റി, 1 മൈനസ് ഐ റേസ് ടു n പ്ലസ് 1 എന്ന് വന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ്, അപ്പോൾ an എന്ന് പറയുന്നത് എന്താണ്, 1/1 മൈനസ് ഐ റേസ് ടു n പ്ലസ് 1. അപ്പോൾ n പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്, 1/1 മൈനസ് ഐ റേസ് ടു n പ്ലസ് 2 എന്ന് വരും. ഇനി ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി an/an പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്, 1/1 മൈനസ് ഐ റേസ് ടു n പ്ലസ് 1 ഇൻറ്റു 1 മൈനസ് ഐ റേസ് ടു n പ്ലസ് 2 അല്ലേ. അപ്പോൾ എന്ത് വന്നു, 1 മൈനസ് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 1 മൈനസ് ഐ എന്ന് വന്നു. കാരണം വെട്ടിയല്ലോ, n പ്ലസ് 1 എണ്ണം വെട്ടി, ഒരു 1 മൈനസ് ഐ മാത്രം ബാക്കി വന്നു. അപ്പോൾ അത് നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ, വാട്ട് ഈസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് 1 മൈനസ് ഐ,
ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് 1 മൈനസ് ഐ എന്ന് പറയുന്നത് എത്രയാണ്? റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്ന് വെച്ചാൽ റൂട്ട് 2 അല്ലേ? അപ്പോൾ ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി റൂട്ട് 2 എന്ന് പറയുന്നത് എത്രയാ? റൂട്ട് 2 അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 2. സോ ദാറ്റ് ഇസ് അവർ റേഡിയസ് ഓഫ് കൺവേർജൻസ്. അപ്പോൾ മോഡ് z പ്ലസ് ഐ ലെസ് ദാൻ റൂട്ട് 2 എന്നതാണ് നമ്മൾ ഈ റീജിയനിലെ നമ്മളുടെ എക്സ്പാൻഷൻ ഹോൾഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമ്മളുടെ ഫംഗ്ഷൻ കൺവേർജ് ചെയ്യുള്ളൂ. കൺവേർജ് ചെയ്യുന്ന റീജിയനിലല്ലേ നമുക്ക് ടൈലർ സീരീസ് എക്സ്പാൻഷൻ കടിക്കാൻ പറ്റുള്ളൂ. സോ ഇതാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഈ പ്രാക്ടീസ് പ്രോബ്ലംസ് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണേ. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ മെക്ലോറിൻ ആണ്. അപ്പം ജസ്റ്റ് ഇതിൻ്റെ ഒരു എക്സ്പാൻഷൻ ചെയ്താൽ മതി. z മൈനസ് z നോട്ട് എന്ന് വെക്കേണ്ട ആവശ്യമില്ല. സെഡിൻ്റെ ടേംസ് തന്നെ ഇതിൻ്റെ എക്സ്പാൻഷൻ കൊടുത്താൽ മതി. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാം. അതുപോലെ അതേ സംഭവം തന്നെ ലോഗ് ഇസഡിനെ പിന്നെ നമുക്ക് 3 സെൻറ്റർ ആക്കി വെച്ചിട്ടെന്ന് പറയുമ്പോൾ ഫൈനൽ എക്സ്പാൻഷനിൽ z മൈനസ് 3യുടെ ടേംസിൽ വരുന്ന എക്സ്പാൻഷൻസ് വരാനായിട്ട്. അതുപോലെ അബൌട്ട് ദ പോയിന്റ് z ഈക്വൽ ടു പൈ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫൈനൽ എക്സ്പാൻഷനിൽ കോസ് ഇസഡിന് പകരം z മൈനസ് പൈയുടെ ടേംസിൽ വേണം എക്സ്പാൻഷൻസ് സംഭവിക്കാനായിട്ട്. അപ്പോൾ ഈ 3 പ്രോബ്ലംസ് ഒന്ന് ജസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നോക്കണേ. താങ്ക് യു.